മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത പരിശോധിക്കാം. ഓണാവധിയിൽ കളി വെളിച്ചത്തായപ്പോൾ ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഓണാവധി വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ജനം ടിവിക്കെതിരെ മന്ത്രി തിരിഞ്ഞത്. സമസ്തയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് പുറത്തു വന്നതോടെയാണ് മന്ത്രിയുടെ പ്രതികരണം. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, മുൻപ് ശബരിമല വിഷയത്തിൽ നമുക്കറിയാം, അന്ന് ദേവസ്വം മന്ത്രി പരസ്യമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് ജനം ടി വി ആണെന്നായിരുന്നു. പിന്നീട് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ധൂർത്തിന്റെ ചരിത്രം നമ്മൾ പുറത്തു കൊണ്ടിരുന്ന ഘട്ടത്തിൽ കേരള നിയമസഭയ്ക്കകത്ത് പോലും പല മന്ത്രിമാരും ജനം ടി വിക്കെതിരെ വലിയ തോതിൽ തിരിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ഓണാവധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സ്കൂളുകളുടെ സമയമാറ്റം സംബന്ധിച്ച വിഷയത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരുമ്പോൾ ജനം ടി വിക്കെതിരെ ഇതാ ഇപ്പോൾ മറ്റൊരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ CITU മാധ്യമപ്രവർത്തകർ ചെയ്യാത്ത കാര്യങ്ങൾ ജനം ടി വി ചെയ്യും. അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഈ ചാനൽ ആരംഭിച്ചത് ഇത്തരം കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ശിവൻകുട്ടിയെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശാലിനി, പറയൂ. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ വസ്തുതകൾ വിളിച്ചു പറയുമ്പോൾ അത് വസ്തുതയല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന പതിവ് ശൈലി, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ സ്കൂളിലെ അവധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ വേനൽക്കാല അവധി, പ്രത്യേകിച്ച് മാർച്ചിൽ പരീക്ഷ പൂർത്തിയാക്കി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നൽകുന്ന അവധി മെയ് ജൂൺ മാസങ്ങളിലേക്ക് നൽകാനുള്ള ഒരു ആലോചന അത് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ അത് പറയുകയും ചെയ്തതാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സജഷനുകളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് പറയാമെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നൊരു പൊതുപരിപാടിയിൽ സമസ്തയുടെ നേതാവ് കൂടിയായ എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു നിർദ്ദേശം സർക്കാരിന് മുൻപാകെ വെച്ചു. അതായത് നല്ല ചൂടുള്ള മാസമായ മെയ് മാസത്തിലും ഒപ്പം തന്നെ ജൂലൈയിൽ മഴക്കാലമാണ്, ആ 2 മാസങ്ങളിൽ അവധി നൽകാം, അത് നല്ല കാര്യമാണ് എന്നുള്ളതാണ് കാന്തപുരം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സ്കൂൾ അവധി ചർച്ചയും സമയമാറ്റവും പഠിക്കാൻ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്താമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ അവധിക്കാലങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് മറ്റ് അക്കാഡമിക് കലണ്ടറിലടക്കം മാറ്റം വരികയാണ്. കാരണം മാർച്ചിൽ പരീക്ഷ പൂർത്തിയാക്കി 2 മാസത്തെ വേനലവധിയിലേക്ക് വിദ്യാർത്ഥികൾ പോയി നിൽക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങൾ, ആ ഏപ്രിൽ മെയ് മാസങ്ങൾ പകരം മെയ് ജൂൺ മാസങ്ങളിലേക്കാകുമ്പോൾ ഈ ജൂൺ മാസം കഴിഞ്ഞിട്ടുള്ള ഓണപ്പരീക്ഷ അടക്കമുള്ള കാര്യങ്ങളിലും വെക്കേഷൻ അടക്കമുള്ള 10 ദിവസത്തെ അവധിയിലടക്കം കാര്യമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഡിസംബറിൽ നടത്തേണ്ട ക്രിസ്മസ് പരീക്ഷ, അവിടെയും ചില മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്നുള്ളത് ഈ 3 പരീക്ഷ, അതായത് അർദ്ധവാർഷിക പരീക്ഷ, പ്രത്യേകിച്ച് ക്രിസ്മസ് പരീക്ഷ, കൂടാതെ തന്നെ ഡിസംബറിലെ ക്രിസ്മസ് പരീക്ഷ, ഓണപ്പരീക്ഷ, വാർഷിക പരീക്ഷ, ഇത് മാറ്റി ഒരു 2 ടേം പരീക്ഷയാക്കി മാറ്റണമെന്നുള്ള നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ മറികടക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ മനഃപൂർവ്വമായി മറയ്ക്കാനാണ് നമ്മൾ നൽകിയ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മന്ത്രി തന്നെ ഇത്തരത്തിൽ തള്ളിയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഈ സ്കൂൾ സമയ പുനഃക്രമീകരണം, അത് പ്രതിദിനം അരമണിക്കൂർ സമയം മാറ്റിയപ്പോൾ അന്ന് സമസ്തയുമായൊക്കെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായ മന്ത്രി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും ഉൾപ്പെടെ അരമണിക്കൂർ ക്ലാസ് നടത്തുമ്പോൾ മദ്രസ സ്കൂളുകൾക്കടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ആ സമയം മാറ്റണമെന്നൊരു നിർദ്ദേശം സംസ്ഥ മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് ചർച്ച ചെയ്ത് പരിഹാരം കാണുകയും ചെയ്തു. ആ പരിഹാരം എന്നോണമാണ് ഈ ഓണക്കാല അവധി അടക്കം വെട്ടിച്ചുരുക്കാനുള്ള ചർച്ച പ്രാഥമിക തലത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ക്രിസ്മസ് വെക്കേഷൻ അടക്കമുള്ളവ വെട്ടിച്ചുരുക്കാനും പരീക്ഷകൾ വെട്ടിച്ചുരുക്കി ആ അരമണിക്കൂർ, അവർക്ക് നഷ്ടമാകുന്ന ആ അരമണിക്കൂർ സമയം മറ്റ് പലയിടത്തിൽ പിടിച്ച് ഈ സമയം നിശ്ചിതപ്പെടുത്താൻ, അല്ലെങ്കിൽ അക്കാദമിക് കലണ്ടറിൽ പറയുന്നത് പോലെയുള്ള 1200 അതായത് ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അതിതീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട സാഹചര്യം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായിരുന്നു. അവരുമായി ചർച്ചയ്ക്കുൾപ്പെടെ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാര്യമാണ് വസ്തുനിഷ്ഠമായി ജനം ടി വി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം ജനം ടി വിക്കെതിരെ ഒരു വലിയ വിവാദ പരാമർശം നടത്തിക്കൊണ്ട് മന്ത്രി ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയിരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി പങ്കുവച്ചത്. ഒരു ഇടവേള എടുത്ത് മടങ്ങിയത്. ഗോപോ നന്ദിരത്തി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്.